മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസറെ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാകാതെ തന്നെ ഡെപ്യൂട്ടേഷൻ സേവനം അവസാനിപ്പിച്ചുകൊണ്ട് നിയമിച്ചത് ദുരൂഹമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിശ്വാസ്യത സുദൃഢമാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ SIRന് ശേഷം വലിയ തോതിൽ വിമർശന വിധേയമായ ഒന്നാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾ. പൗരത്വ രേഖ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവന്നാൽ മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുകയുള്ളൂ എന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ച നിലപാട്. അത് ബംഗാളിൽ കർശനമായി നടപ്പാക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചപ്പോൾ 27 ലക്ഷം വോട്ടർമാരുടെ പേരുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. അതോടൊപ്പം അനർഹരായ നിരവധി വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ബംഗാളിൽ ബി.ജെ.പി ഭരണത്തിലെത്തിയത് അർഹതപ്പെട്ട വോട്ടർമാരുടെ പേരുകൾ വെട്ടിമാറ്റുകയും അനർഹരായവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അല്ലാതെ ബി.ജെ.പിക്ക് അവിടെ വിജയിക്കാനുള്ള സാധ്യതയേ ഇല്ല. വോട്ടെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. ബി.ജെ.പിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ ബി.ജെ.പി സർക്കാരിൻ്റെ അധികാരാരോഹണത്തിൽ സുദീർഘമായ പങ്കുവഹിച്ചതിൻ്റെ ഒരു ഉപകാര സ്മരണ എന്ന തോതിലാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറായി ബംഗാളിൽ സേവനമനുഷ്ഠിച്ച IAS ഉദ്യോഗസ്ഥനെ ബംഗാളിലെ ചീഫ് സെക്രട്ടറിയായും SIRന്റെ ചുമതലക്ക് നേതൃത്വം കൊടുത്ത IAS ഉദ്യോഗസ്ഥനെ ബംഗാളിലെ ബി.ജെ.പി മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായും നിയമിച്ചത്. അതേ നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാരും എടുത്ത തീരുമാനം. ബംഗാളിൽ SIRലൂടെ ബി.ജെ.പി അധികാരത്തിലെത്തിക്കാനുള്ള പണിയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തതെങ്കിൽ കേരളത്തിൽ SIRലൂടെ UDFനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് രത്തൻ ഗേൽക്കറുടെ നേതൃത്വത്തിൽ നടന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ 2025 വോട്ടർ പട്ടികയുടെ റിപ്പോർട്ട് പ്രകാരം 2.85 കോടി വോട്ടർമാരുണ്ടായിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചപ്പോൾ 2.71 കോടിയായി അത് കുറഞ്ഞു. 14 ലക്ഷം വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അങ്ങനെ നീക്കം ചെയ്ത കൂട്ടത്തിൽ ഒല്ലൂരിലെ മുൻ MLA CPI നേതാവ് രാജാജി മാത്യു അടക്കമുള്ളവരുടെ വോട്ടുകൾ തള്ളി. 96 അസംബ്ലി മണ്ഡലങ്ങളിൽ 10,000-കണക്കിന് യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ വെട്ടിമാറ്റി. ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം അനർഹരായ വോട്ടർമാരുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഒരു ഉദാഹരണം, തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ 117 നമ്പർ ബൂത്തിൽ 253 വ്യാജ വോട്ടുകൾ ചേർത്തു എന്നത് ആ വോട്ടർമാരുടെ പേരുകൾ അവർ താമസിക്കുന്ന സ്ഥലമായി ചൂണ്ടിക്കാട്ടിയ കെട്ടിട നമ്പറുകൾ, അതിൻ്റെ ചിത്രങ്ങൾ എല്ലാം
ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ കേൽക്കർക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും ആ പരാതി അയച്ചു. നോക്കുമ്പോൾ വ്യാജ വോട്ടർമാരെ ചേർത്തത് ഷോപ്പിംഗ് മാളുകളുടെ കെട്ടിട നമ്പറിൽ, അതുപോലെ ജിംനാഷ്യമായി പ്രവർത്തിക്കുന്ന കെട്ടിട നമ്പറുകളിൽ, സിമന്റ് കടയിൽ വോട്ടർമാരെ ചേർത്തിരിക്കുകയാണ്. അതെല്ലാം UDF വോട്ടർമാരായിരുന്നു. അങ്ങനെ നിരവധി അസംബ്ലി മണ്ഡലങ്ങളിൽ വ്യാജ വോട്ടർമാരെ ചേർക്കുന്നതിന് UDFനോടൊപ്പം കൂട്ടുനിന്ന രത്തൻ കേൽക്കർ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിട്ട് വരികയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങളുടെയും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുക, മറുഭാഗത്ത് അനർഹരായവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക. ഇതാണ് ബംഗാളിലും കേരളത്തിലും ബീഹാറിലും തമിഴ്നാട്ടിലുമെല്ലാം നടന്നത്. അതിന് നേതൃത്വം കൊടുത്ത ഇലക്ഷൻ കമ്മീഷന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയായും ഉപദേഷ്ടാവായും നിയമിക്കുന്നത് ദുരൂഹം തന്നെയാണ്. ഇവിടെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ തന്നെ ആരംഭിക്കുകയാണ് കോൺഗ്രസ് BJP ബന്ധം. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരമാണ് ചൊല്ലിയത്. യഥാർത്ഥത്തിൽ അത് ദേശീയഗാനത്തെ അപമാനിക്കുന്ന ഒരു നടപടിയാണ്. വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ ചൊല്ലുന്നതിനെ സുപ്രീം കോടതി അടക്കം വിലക്കിയിരുന്നു. എന്നാൽ കുറച്ചു മുമ്പാണ് കേന്ദ്ര സർക്കാർ വന്ദേ മാതരം നിർബന്ധമാക്കിയത്. അതുതന്നെ സംശയാസ്പദമാണ്. നേരത്തെ ദേശീയ ഗാനം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വേളയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്ദേ മാതരം, സാരേ ജഹാംസേ അച്ഛ, ജനഗണമന 3 ഗാനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിൽ ജനഗണമന എന്നതാണ് ദേശീയ ഗാനമായി അംഗീകരിച്ചത്. വന്ദേ മാതരം ദേശീയ ഗീതമായി കണ്ടിരുന്നു. എന്നാൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ചൊല്ലുന്നത് നാട്ടിൽ ചില വിഭാഗങ്ങളെ അകറ്റി നിർത്താൻ ഇടയാക്കുമെന്നുള്ളത് കൊണ്ടാണ് അതിന് ദേശീയ ഗാനത്തിൻ്റെ പരിഗണന കിട്ടാതിരുന്നത്.